ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാം ട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈന്തപ്പഴം ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു, പിന്നെ പച്ചവെള്ളത്തിലും. ഇനി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയാനുണ്ട്. ഇതേ കണ്ട, കുറച്ച് തോല് കളയണം. ഇനി ഇതിൻ്റെയൊക്കെ തോല് കളയട്ടെ ട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയും വേണം. ഈന്തപ്പഴത്തിൻ്റെ കുരുവും തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വിനാഗിരി ഒഴിച്ചിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. നമുക്ക് ഒരു 2 സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് വരാം. ചെറുനാരങ്ങ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 2 3 4 5 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് ഇളക്കാം. ഒരു അരിപ്പയിൽ ഇങ്ങനെ ഇത് വാലാൻ വെച്ചാലുണ്ടല്ലോ, അതിൻ്റെ കയ്പ്പ് വെള്ളമൊക്കെ പോയി കിട്ടും. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി വരാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇത് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കണം, പിന്നെ കുറച്ച് പേസ്റ്റ് ചെയ്യണം. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി ചട്ടി ചൂടാകുമ്പോൾ നമുക്കിത് നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി തീരാറാകുമ്പോൾ ഉലുവ പൊട്ടിക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി, നന്നായിട്ട് ഇതങ്ങോട്ട് വഴന്ന് വരണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതുണ്ട്. ഇതേ കണ്ട, ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഇതിൽ പച്ചമുളകും വേപ്പിൻ്റെ ഇലയും എല്ലാതും കൂട്ടി അരച്ചതാണ്, അത് നമുക്ക് ഒഴിക്കണം. ഇതൊന്നും വഴന്ന് വരട്ടെ. ഇനി നമുക്ക് ഇതൊഴിക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് അധികം നേരിട്ട് ഇളക്കണമെന്നില്ല. നന്നായി ഒന്ന് വഴറ്റും. ഇതെല്ലാം കൂടി നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 സ്പൂൺ മുളക് പൊടി, നന്നായി ഒന്ന് മൊരിയണം കേട്ടോ. നന്നായി മൊരിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ആ വാലാൻ വെച്ചില്ലേ, ആ വാലാൻ വെച്ച ചെറുനാരങ്ങ ഇതിലൊഴിക്കണം. ഇതിലെ കയ്പ്പ് വെള്ളമൊക്കെ പോയിട്ടാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇടാം. നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇളക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈന്തപ്പഴം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ചാറ് വേണമല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. 1 സ്പൂൺ പോരാ, 2 സ്പൂൺ ഉപ്പിടണം. പിന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒഴിക്കണം.
അത് കുറച്ച്, പിന്നെ നമുക്ക് കുറച്ച് എണ്ണ, കുറച്ച് മതി എണ്ണ ഒഴിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലിപ്പോൾ ഉപ്പും പുളിയും മധുരവും എരിവും എല്ലാം കൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് ഇറക്കാൻ പറ്റുക.